നിർണായകമായ മത്സരം ഇന്നാണ്. തൃശൂർ മാജിക് FC-യും മലപ്പുറം FC-യും ഇന്ന് തൃശൂർ കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ ഏറ്റുമുട്ടും. ഞാനിപ്പോൾ തൃശൂർ കോർപ്പറേഷൻ സ്റ്റേഡിയത്തിലാണുള്ളത്. നിരവധി ഫാൻസിനെയൊക്കെ തന്നെ ഈ ഭാഗത്ത് കാണാം. നേരത്തെ തന്നെ കാലിക്കറ്റിനെ മലർത്തിയടിച്ച കണ്ണൂര് ഫൈനലിൽ എത്തിക്കഴിഞ്ഞു. കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ ഇന്ന് നടക്കുന്ന പോരാട്ടത്തിൽ ലീഗ് ഘട്ടത്തിൽ 2-3 സ്ഥാനങ്ങൾ ഫിനിഷ് ചെയ്ത ടീമുകളാണ് യോഗ്യത നേടിയിരിക്കുന്നത്. സീസണിൽ ഇവർ നേർക്കുനേർ വന്നപ്പോൾ ഒപ്പത്തിനൊപ്പമുള്ള പോരാട്ടമായിരുന്നു. ആദ്യ മത്സരത്തിൽ മലപ്പുറം ജയിച്ചപ്പോൾ രണ്ടാം മത്സരത്തിൽ തൃശ്ശൂരിനായിരുന്നു വിജയം. ചില ഫാൻസൊക്കെ തന്നെ ഇവിടെയുണ്ട്. അവരുടെ പ്രതികരണം കൊടുത്താൽ എന്താണ് പ്രതീക്ഷ? വിജയിക്കാൻ തന്നെ 2-0 നമ്മൾ മലപ്പുറം തോപ്പിക്കും. ആരാ ഒന്ന് സ്ട്രൈക്ക് ചെയ്യാന്നാണ് നിങ്ങളുടെ ഒരു തോന്നൽ? ഇന്ന് സ്ട്രൈക്ക് ചെയ്യാൻ ചാൻസ് ഒന്ന് ഇവാനും പിന്നെ മാൽസിനും ക്യാപ്റ്റൻ. 2-0 അടിക്കുന്നതാണ് പറയുന്നത്. നിങ്ങളുടെ പ്രതീക്ഷ എന്താണ്? നല്ല പ്രതീക്ഷ തന്നെയാണ്, ജയിക്കും തന്നെയാണ്. എത്ര ഗോളാണ് എങ്ങനെയാണുള്ളത്? അനുവേട്ടൻ പറഞ്ഞു 2-0 തന്നെ. ഈ 2-0 കൂടുതൽ ആരെങ്കിലും പറയാൻ ഉദ്ദേശിച്ചിട്ടുണ്ടോ? കൂടുതൽ വരുമോ? നമ്മൾ 2-0 തന്നെയാണ്. 0 എന്ന് പറയാം. മലപ്പുറത്ത് വളരെ കുറച്ച് കാണുന്നുണ്ടോ നിങ്ങൾ? മലപ്പുറത്ത് കുറച്ച് കാണില്ല. മലപ്പുറത്ത് ഇങ്ങനെ അടിക്കില്ല. നമ്മുടെ ഡിഫൻസ് അത്ര സ്ട്രോങ് ആണ്, അവർക്ക് സ്കോർ ചെയ്യാൻ പറ്റില്ല. നേരത്തെ 2 തവണ ഏറ്റുമുട്ടിയപ്പോൾ ഒരു തവണ അവർ ജയിച്ചിരുന്നു, ഒരു തവണ നമ്മൾ ജയിച്ചു. നമ്മൾ 2-1 ജയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഈ പ്രാവശ്യം നമ്മൾ നല്ല സ്ട്രോങ് ആയിട്ട് ഇറങ്ങിയത്. നല്ല പ്രാക്ടീസ് ഉണ്ട്, നല്ല സ്ട്രോങ് ആണ്. എന്തായാലും ആ ഭാഗത്ത് മലപ്പുറത്തിന്റെ ഫാൻസിന് ആ ഭാഗത്താണ് എൻട്രൻസ്. അവർ ആ ഭാഗത്തൂടെ പ്രവേശിക്കുക. എന്തായാലും വരും മണിക്കൂറിൽ മലപ്പുറം ഫാൻസിന്റെ ഒരു പ്രതികരണം കൂടി നമുക്ക് ലഭ്യമാക്കാൻ കഴിയും. ഏറെ ആവേശകരമായ ഒരു മത്സരമാണ് തൃശ്ശൂർ കാത്തിരിക്കുന്നത്. നമുക്കറിയാവുന്ന പോലെ 2-3 സ്ഥാനങ്ങളിലാണ് ഈ 2 ടീമുകൾ നേരത്തെ ലീഗിലുണ്ടായിരുന്നത്. അവരാണ് ഏറ്റുമുട്ടുന്നത്. 2 ടീമുകളും പല കാര്യങ്ങളിലും വളരെ സ്ട്രോങ് ആണെന്നുള്ള കാര്യം നമുക്കറിയാം. പ്രത്യേകിച്ച് തൃശ്ശൂരിന്റെ ഡിഫൻസ് ഒക്കെ തന്നെ നേരത്തെ സൂചിപ്പിച്ച പോലെ സ്ട്രോങ് ആണ്. ആക്രമിച്ച് കളിക്കാനായിരിക്കും ആദ്യത്തെ മിനിറ്റുകളിൽ ഇരു ടീമുകളിലും ശ്രമിക്കുക എന്നുള്ളതും ശ്രദ്ധേയമാണ്. എന്തായാലും ആ പോരാട്ടത്തിനായി കാത്തിരിക്കാം. തൃശ്ശൂരിൽ നിന്നും നടരാജ് പരശുറാം, മീഡിയ 1.